ഖൈബർ പൂർണ്ണമായും മുസ്ലിങ്ങൾ കീഴ്പ്പെടുത്തി. സംഘട്ടനത്തിൽ 93 ജൂതന്മാർ മരണപ്പെട്ടപ്പോൾ മുസ്ലിങ്ങളിൽ നിന്ന് 15 പേർ രക്തസാക്ഷികളായി. ജൂതന്മാരൊക്കെ മരണപ്പെടുകയാണ്, ഈ മുസ്ലിങ്ങളൊക്കെ രക്തസാക്ഷികളാവുക കേട്ടോ. ഷഹീദാണ്. അവർക്ക് ഷഹീദിന്റെ പദവി അഥവാ രക്തസാക്ഷിത്വത്തിന്റെ പദവി നാളെ പരലോകത്ത് ഹൂറിമാരും അതുപോലെ തന്നെ ബാക്കിയുള്ള സംഗതികളൊക്കെ അവർക്ക് ലഭിക്കും. ഈ 93 ജൂതന്മാരായിട്ടുള്ള ആളുകൾക്ക് കത്തിയാളുന്ന നരകം. കാരണം അവര് വിശ്വസിച്ചത് മറ്റൊരു പ്രവാചകൻ അവതരിപ്പിച്ച അല്ലെങ്കിൽ മറ്റൊരു പ്രവാചകനാൽ സ്ഥാപിതമായ മറ്റൊരു ദൈവസങ്കല്പത്തിൽ ആണ് അവർ വിശ്വസിച്ചിരുന്നത്. അവർ യഹൂദ മത വിശ്വാസികളാണ്. അവർ വിശ്വസിച്ചത് മറ്റൊരു പ്രവാചകനിലാണ്. ആ പ്രവാചകൻ അയച്ചത് ആരാണ്? ഈ അള്ളാഹു ആണ്. ആ അള്ളാഹു അയച്ച ഒരു പ്രവാചകനിൽ വിശ്വസിച്ച ഒരു സമൂഹം, അതാണ് ജൂതന്മാര്. അതേ അള്ളാഹു അയച്ച മറ്റൊരു പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ അനുയായികളാണ്, സമൂഹമാണ് മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന ഈ സ്വഹാബത്ത്. ആ സ്വഹാബത്ത് കൊല്ലപ്പെട്ടാൽ അവര് രക്തസാക്ഷികളായി സ്വർഗത്തില്. അള്ളാഹു തന്നെ അയച്ച മറ്റൊരു പ്രവാചകനിലൂടെ അവതീർണമായ മതത്തിൽ വിശ്വസിക്കുന്ന യഹൂദികളായിട്ടുള്ള ആളുകൾ മരണപ്പെട്ടു. അവര് കത്തിയാളുന്ന നരകത്തിൽ. അവരുടെ ദുനിയാവിലെ ജീവിതവും നഷ്ടപ്പെട്ടു. നാളെ ആഖിറത്തിൽ പരലോകത്ത് ചെല്ലുമ്പോൾ കത്തിയാളുന്ന നരകവും. ഇതിന്റെയൊക്കെ ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്റെ പ്രിയപ്പെട്ടവര്.